ഒറ്റയടിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതികരണം പുറത്തു വന്നപ്പോഴേക്കും എത്രമാത്രം ഹെയ്റ്റാണ് ഒരാൾക്ക് ഉണ്ടാവുന്നത് എന്നതിന് ഉദാഹരണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടി പേർലി മാണി അനുഭവിക്കുന്നത്. നടിയും അമ്മയും ഇൻഫ്ലുവൻസറും ഒക്കെ ആയിട്ടുള്ള പേർലി മാണി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് അത്രയും വലുതാണ്. എന്നിട്ടും ഇപ്പോൾ എല്ലാത്തിനോടും വളരെയധികം ശാന്തമായാണ് താൻ പെരുമാറാൻ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു പേർലി എല്ലാത്തിനുമുള്ള മറുപടി നൽകുകയാണ്. ഒരു ഫോട്ടോയുടെ കമന്റ് പോലും ഓപ്പൺ ചെയ്ത് വെക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പേർലി മാണി കടന്നു പോകുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ നടന്ന പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളാണ് ഇപ്പോൾ പേർലിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാമെന്നും ഈ ഒരു സമയത്ത് എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തിരിക്കാനും എനിക്ക് നിങ്ങളെ സ്നേഹിക്കാനും മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ധ്യാനിക്കുന്നതായിട്ടുള്ള AI ചിത്രമാണ് ഇപ്പോൾ പേർലി പങ്കുവച്ച് എത്തിയിരിക്കുന്നത്. ഇത് എല്ലാവർക്കുമുള്ള മറുപടിയാണ്. നിങ്ങൾ എന്തൊക്കെ വിമർശനം പറഞ്ഞാലും വാക്കുകൾ കൊണ്ട് നിങ്ങളെ ഇനി ഒരിക്കലും പ്രകോപിപ്പിക്കില്ല. എല്ലാം നിങ്ങളിൽ തന്നെയാണ് തീരുമാനിക്കാൻ ഞാൻ വിട്ടു നൽകുന്നത്. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ അടുത്തേക്ക് പേർലി പറയുന്ന ഒരു കാര്യം, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളാണ് എന്നെ വളർത്തിയത്, നിങ്ങളുടെ ഇടയിലൂടെയാണ് ഞാൻ വളർന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, ഏകദേശം 10-15 വർഷങ്ങളായി തന്നെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് വളർന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ മാത്രമേ വിശ്വസിക്കാൻ സാധിക്കൂ. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കാനും പറയാനും പറ്റും. ആരാധകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് എന്നതുകൂടി പറയുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് കൃത്യമായി തന്നെ ഓരോ വാർത്തകളും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതുകൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമായി മാറുന്നുണ്ട്. എല്ലാവരും പേർലിയുടെ മറുപടി മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെയാണ് കുറിക്കുന്നത്. ഇത്രയും അധികം സങ്കടത്തിനിടയിലും തൻ്റെ സന്തോഷങ്ങൾ ഓരോന്നോരോന്നായി ഓരോ രീതിയിലും കണ്ടുപിടിക്കാനാണ് പേർലി ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം സോളോ ട്രിപ്പ് പോയതിനിടയിലായിരുന്നു പേർലി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചതും ഇതിനെക്കുറിച്ച് പ്രതികരിച്ച താരം ഏറ്റവും കൂടുതൽ ട്രോളുകൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതും. അതിനുശേഷം മകളെ നൃത്തം പഠിപ്പിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു പേർലി. നിലു ബേബിക്ക് ഇപ്പോൾ നൃത്ത പഠനം തുടങ്ങിയിരിക്കുകയാണ് പേർലി. കുറച്ചധികം നാളുകളായി തന്നെ നിലുവിനെ നൃത്തം പഠിപ്പിച്ച് തുടങ്ങണമെന്ന് പേർലിക്ക് ആഗ്രഹമുണ്ടായിരുന്നതായി തന്നെ പറയുന്നുണ്ടായിരുന്നു. പല വ്ളോഗുകളിലായി പ്രേക്ഷകർ അത് കേൾക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെ നിലു ബേബിയെ വീട്ടിൽ വന്ന് നൃത്തം പഠിപ്പിക്കാൻ ഒരു മാഷ് കൂടി ഇപ്പോൾ എത്തിയതോടെ പ്രേക്ഷകർക്കും അത് സന്തോഷം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ സങ്കടത്തിനിടയിൽ തന്നെ ഓരോ സന്തോഷം കണ്ടെത്താനുള്ള വഴികൾ തേടിയാണ് ഇപ്പോൾ പേർലി നിൽക്കുന്നത്. അതിനിടയിൽ തന്നെയാണ് നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വിമർശനങ്ങൾ എന്നെക്കുറിച്ച് ചെയ്താലും എനിക്ക് അത് ബാധിക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കുമെന്നും ഞാൻ നിങ്ങളെ എന്നും സ്നേഹിക്കുമെന്നാണ് പേർലി പറയുന്നത്. നിങ്ങൾ എന്നെ വെറുത്തോളൂ, നിങ്ങൾ എന്നെ പരിഹസിച്ചോളൂ, നിങ്ങൾ എന്നെ വിമർശിച്ചോളൂ, പക്ഷേ എനിക്ക് നിങ്ങളെല്ലാവരെയും ഇഷ്ടമാണ്. നിങ്ങളിലൂടെയാണ് ഞാൻ വളർന്നത്, നിങ്ങൾ കാരണമാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് വിമർശിക്കാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് പേർലി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.